അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. തോന്നി നാളായി വീഡിയോ കിട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നു. എന്തൊരു കളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളെ ജയഗുരു പറഞ്ഞ് വാ അണ്ണാ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പോവാമോ? ബാ പോവാം. നമുക്കിന്ന് എവിടെ പോകണം? എന്തൊരു സംശയം. ഇങ്ങോട്ട് തന്നെ പോവാം. എല്ലാം പരസ്യം ഒന്നും ഒരു അങ്ങനെ ഗെയിമിലേക്ക് കടക്കുന്ന ഒരു വലിയ ഒരു ലോഡിംഗ് ആണ് നിങ്ങളീ കാണുന്നത്. എന്താണെന്തോ ഇപ്പോൾ വന്ന് കോഴികളൊക്കെയാണ് ട്രെൻഡിങ്. തറ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. മനുഷ്യന്മാരെയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടടേ, കോഴികളേ ഉള്ളൂ. വണ്ടി അങ്ങ് ഇടിക്കാൻ പാടില്ല, അതാണ് നമുക്ക് ഒരു കാര്യം. വണ്ടി ബ്രേക്ക് ഇട്ടാലൊന്നും നിൽക്കില്ല. വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വന്നതിൽ ഇപ്പം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ പോവും. ഇപ്പോൾ വന്ന് ഗെയിമിൻ്റെ അകത്തൊക്കെ അതാണ് ഫീച്ചർ. നൂറ് 110 എന്ന് പറഞ്ഞാൽ ഇപ്പം പോവും. അതൊരു വരക്കുണ്ട്. എത്ര ലോഡാണ്. മിക്കവാറും എന്റെടാവേ നിന്നെയൊക്കെ സമ്മതിച്ചറിഞ്ഞോടെ പാലം വെച്ചേക്കാണ്. ഇവിടെ ഒരു വളവില്ലേ? എടുത്തോണ്ട് പോടോ എൻ്റെ വണ്ടി. എടോ കൊണ്ടുപോടോ. പിന്നെ ചെയ്തു. ഓട്ടോ FPS കണക്ടർ അതെങ്ങുവാ സാധന? സാലിങ്ങത്തിരി കൂടെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കളിക്കുന്നേ. ഇന്നാണ് ഗെയ്സിനെ ഒട്ടും ഇടിക്കാത്ത ദിവസം. ഒരു കണക്കോലും ഇതുവരെ ഇടിച്ചില്ല. ഒരു തവണ ഇടിച്ച്, അല്ല 2 തവണ ഇടിച്ച്. ഇവിടുത്തെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്.
വന്ന് എത്ര ഗ്ലാസ്സിൽ വീണാലും അപ്പം തന്നെ അങ്ങ് വറ്റിപ്പിക്കുള്ളൂ. ഇനി നമ്മൾ കടലിൽ നിന്ന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഷിപ്പ് ചെയ്യാൻ വണ്ടി. പൈസ ചോദിക്കരുത്. ഭാഗ്യോടെ ഫ്രീ മണി. അമ്മേ വണ്ടി ഉമ്മ വെച്ചേ നല്ല ഡാമേജ് ആയി. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യമേ ചെയ്യാൻ പറയാനുള്ളൂ. ഞാൻ ഈ വണ്ടി ഇതിൻ്റെ അകത്ത് കയറ്റുന്ന സമയം കൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് മനസ്സിലായില്ലെങ്കിൽ ആ ചുമന്ന വട്ടം ഉണ്ടല്ലോ താഴെ കിടക്കണം, അങ്ങ് ആക്കുക. അപ്പം നമ്മളിനി അങ്ങ് എത്തുന്ന സമയം കൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുക. വരാം. അല്ല ഞാൻ സബ്സ്ക്രൈബൊക്കെ ചെയ്തല്ലോ. വലിയൊരു ലോഡ് എവിടെയും ഉണ്ട്. ഈ കൊല്ലത്തൊന്നും ലോഡാവില്ല. അങ്ങനെ ലോഡായി എന്ന് വിചാരിക്കും. വണ്ടി ഇവിടെ 1000 ഉണ്ടാവും. രക്ഷപ്പെട്ടു. എന്തുവാ ഒന്ന് ബ്രോ വണ്ടി എടുത്തോണ്ട് പോയി. അങ്ങനെ ഉളച്ചതൊക്കെ ഇട്ട് വണ്ടി ഏകദേശമൊക്കെ ഡാമേജായി. ഇതിൽ യൂണിമാറ്റിക്കൊക്കെ ഇട്ടു. ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. വലിയ ആവശ്യമൊന്നുമില്ല. മര്യാദക്ക് ഇനിയിപ്പോൾ പോവാം. വണ്ടിയെല്ലാം ഓടിച്ചായി അവിടെ ഫ്രണ്ട് ഈ ഓലമായി. ഇതൊരു വളവ്. എല്ലാ വളവിലും ഇനിയിപ്പോൾ വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് റിപ്പയർ ചെയ്യണം. അതിനിപ്പോൾ വേറെ വെക്കണം. അതിനുണ്ട് ഇത് കംപ്ലീറ്റ് വെക്കും. എന്ത് കാണിക്കണേ എന്താ പരിപാടി കാണിക്കട്ടെ. നീ ആരുടെ മുമ്പിലാണ് കാണിച്ചതെന്ന് ഓർക്കണം. നീ തീർന്നു. ഞാൻ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പോയ സ്പീഡ് ഞാൻ ആലോചിച്ച് നോക്കിയാൽ എല്ലാം കാര്യം ഒത്തിരി മനസ്സിലാവും. എൻ്റെ പണ്ടൊക്കെ സ്വഭാവം എടുക്കാൻ വേണ്ടേ ഇന്ന് വണ്ടി ചപ്പായാലും പ്രശ്നമൊന്നുമില്ല.
വെള്ളം വരില്ല. അങ്ങനെ ഒരു വണ്ടി ഇപ്പം നല്ല തപ്പായി. ഇതൊക്കെയാണ് എന്തുവാ ഇടിച്ച് ചപ്പാക്കാൻ വിചാരിച്ചാണ് നല്ല നമ്മൾ ഒറ്റ വാഷിലെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കൊരു വണ്ടി. നല്ലട വണ്ടി കിട്ടാൻ പോകാൻ പറ്റുന്നില്ല. വണ്ടി സെറ്റാണ്. നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മോൺസ്റ്റർ ലുക്ക്. എനിക്ക് എത്ര മോൺസ്റ്റർ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞും കാര്യമില്ല. പുതുമയാണ്. എത്ര കംപ്ലൈൻ്റ് ആയാലും കംപ്ലൈൻ്റ് ആയിട്ട് എന്ന് ഞാൻ പറയുന്നു. ഞാൻ റിപ്പയറിന് വണ്ടി ചപ്പായി. എന്തൊരു പൈസ ഇല്ല. ഞാനും കണ്ടില്ല. കേട്ടിട്ടുണ്ട് പൈസ ഇല്ലാത്തതാണ്. എന്തിരടേ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നു. ഇത് എന്തൊരു പരിപാടി ഇത്? അവിടെ ഒന്ന് കഴിവെങ്കിലും ഇങ്ങനെ വണ്ടി കഴിവടേ. നമ്മൾ ഷട്ടായി. ഇത് പുതിയ അപ്ഡേറ്റ്. ഇതല്ല നമ്മളെ വണ്ടീനെ നമ്മളൊന്ന് കുളിപ്പിക്കും. ഇത് കൊള്ളാം കേട്ട. വെറുതെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. വണ്ടിയിലൊക്കൊന്നും കയറിക്കളയാൻ പറ്റൂല. കൊള്ളാം. ഇടിച്ചതിൻ്റെയാണ് ഗൈസ്. കൊടുത്തിത്തിരി ലൂമി അടിച്ചു പോയി. അത് നമ്മൾ വണ്ടി റിപ്പയറിന് എടുക്കുമ്പോൾ എല്ലാം ശരിയാക്കി തരും. ഒരു ഗ്ലിച്ച് കാണിച്ചു തരാം. ഇത് ഓക്കെ. പണ്ടായിരുന്നു ഗ്ലിച്ചായിരുന്നു കേസ്. ഒന്ന് വണ്ടി വാഷിന് എടുക്കുമ്പോഴത്തേക്കും വണ്ടി മൊത്തത്തോടെ ഇതിനും കിട്ടും, ഇതായിട്ടും കിട്ടും. എന്തേരെ ചളുക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറിയും കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്.
കൊള്ളാം, പക്ഷേ ഇല്ലേ വണ്ടി വൃത്തിയാവില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കൊള്ളൂല. അത്യാവശ്യമൊന്നും പ്രശ്നമില്ല. വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാ. അതാണ് നല്ലത്. ബാ പോവാ. പുതിയ കളിച്ച അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടിട്ട് ഇത് ഏതാണ് ഏരിയ എന്നൊന്നും അറിയൂടെ. വണ്ടി റിപ്പയർ ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ നമുക്കൊന്ന് ഇറക്കിയിട്ട് റിപ്പയറിന് കൊടുക്കുക. വണ്ടി അനങ്ങൂലേ എങ്കിൽ പിന്നെ റിപ്പയർ. എന്തിനു പറ്റി? വണ്ടിയുടെ അകത്ത് വെള്ളം കയറിയ ഒന്നും അറിഞ്ഞു. ഇത് എന്തരാണ് കേസ്? ഒന്ന് പറയടേ. കൊന്ന ഐശ്വര്യ വണ്ടി അനങ്ങുന്നില്ല. അനക്കി പിടിച്ചിട്ട് എൻ്റെ കാര്യമൊന്നുമില്ല. വണ്ടി റിപ്പയറിന് അയക്കണം. വേറെ അനങ്ങുന്നുണ്ട് കറങ്ങി. ഇതെന്തോ ഗ്ലിച്ചാണ്. അപ്പം ശരി ഗൈസ്, ഇത് വണ്ടി ഇന്ന് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത പാർട്ടി ഗ്യാരേജിൽ വണ്ടി കാണാം. അപ്പം ടേക്ക് കെയർ. അയ്യോ ബൈ ബൈ. ഞാൻ പോണേ. ടാറ്റ.